2 കിലോ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് വേണം. 2 ടയർ ആയിരിക്കണം. ഇത്ര മാത്രമാണ് കേട്ടോ കസ്റ്റമർ പറഞ്ഞിട്ടുള്ളൂ. നമ്മളെ സ്ഥിരം കസ്റ്റമറാണ്. അപ്പോൾ പിന്നെ എനിക്കിഷ്ടമുള്ള പോലെ ചെയ്യാമല്ലോ. അങ്ങനെ 7 ഇഞ്ചിൻ്റെ 2 ടിന്നും ഒരു 5 ഇഞ്ചിൻ്റെ ഒരു ടിന്നും എടുത്തിട്ട് ബട്ടർ പേപ്പറൊക്കെ ഇട്ടിട്ട് ലൈൻ ചെയ്ത് വെക്കുകയാണ്. ഇത് സ്കെച്ച് പെന്നല്ല കേട്ടോ, എഡിബിൾ പെന്നാണേ. അത് നമുക്ക് വയറ്റിലേക്ക് ഇതിൻ്റെ മഷി പോയാലും കഴിക്കാൻ പറ്റുന്ന മഷിയാണ്. ഓക്കെ, അപ്പോൾ ഇതാ ശാന്തമോള് കുസൃതികളൊക്കെ സൈഡിൽ നിന്ന് കാണിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് നമ്മൾ ബട്ടർ പേപ്പർ ഇട്ട് വെക്കുകയാണ്. കേക്ക് ടിന്ന് ഓയിൽ തടവിയതിന് ശേഷം ആ ഷേപ്പിൽ വരച്ചെടുത്തിട്ടുള്ള കട്ട് ചെയ്തെടുത്തിട്ടുള്ള ബട്ടർ പേപ്പറൊക്കെ ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒന്നും ചേർക്കാത്ത റെസിപ്പിയാണ്. പൊതുവേ നമ്മൾ അതാണ് ഫോളോ ചെയ്യാറുള്ളത്. ഇപ്പോൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സും അത് തന്നെയാണ് ഒരു തവണ ഉണ്ടാക്കി നോക്കിയ ശേഷം ഇപ്പോൾ എല്ലാവരും അത് തന്നെയാണ് ഫോളോ ചെയ്യുന്നതെന്നും പറഞ്ഞതിൽ ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പോൾ 2 കിലോ കേക്ക് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ 1.5 കപ്പ് മൈദയും 1/2 കപ്പ് കൊക്കോ പൗഡറും അങ്ങനെയാണ് കേട്ടോ അളവെടുത്തിരിക്കുന്നത്. ഇതിനി 3 തവണയൊന്ന് സീവ് ചെയ്തെടുക്കണം. കാരണം വേറെ ഒന്നും ഇതിൽ ചേർക്കാനില്ല കേട്ടോ. ഈ ഒരു അരിച്ചെടുക്കലും വേറെ മുട്ട ബീറ്റ് ചെയ്യുന്നതിലൊക്കെയാണ് ഇതിൻ്റെ ആ ഒരു മൊത്തം പവർ ഇരിക്കുന്നത്. അതിനിടയ്ക്ക് കുഞ്ഞിക്കായി എപ്പോഴും നീണ്ട് വരുമല്ലോ ഇത് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അത് അവളെ ഒരു അവകാശമാണല്ലോ. അപ്പോൾ അതൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി ഈ വീഡിയോ ആണ് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നതെന്ന് വെച്ചാൽ അവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്, നമ്മൾ ഈ ഒരു മെത്തേഡിൽ കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ വിശദമായിട്ടുള്ളൊരു വീഡിയോ ഓൾറെഡി ചെയ്തതാണ്. അത് കാണുന്ന സമയത്ത് ഈ വീഡിയോയിൽ പറയാത്ത ഒരുപാട് കാര്യങ്ങൾ ഒരു കേക്ക് ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുക, ജസ്റ്റ് കണ്ടു നോക്കണേ. ഇനി നമ്മൾ 1.5 കപ്പ് പഞ്ചസാരയാണ് 2 കിലോ കേക്കിന് വേണ്ടിയിട്ട് പൊടിച്ചെടുക്കുന്നത്. അതായത് 1/4 കപ്പ് അങ്ങനെ. ഇനി നമുക്ക് വേണ്ടത് കോഴിമുട്ടയാണ്. 8 കോഴിമുട്ട വേണം. കാരണം 1 കിലോന് നമ്മൾ 4 എണ്ണല്ലേ എടുക്കുന്നത്. ഇതിപ്പം 2 കിലോന് 8 കോഴിമുട്ട. അത് മിനിമം ഒരു മീഡിയം സൈസെങ്കിലും കോഴിമുട്ട വേണം കേട്ടോ. കുഞ്ഞു കോഴിമുട്ടയാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ എണ്ണം കൂട്ടി കൊടുക്കണേ. അല്ലാന്നുണ്ടെങ്കിൽ ഇത്ര ഹൈറ്റ് കിട്ടൂല. അതാണ്. അപ്പോൾ കോഴിമുട്ട എടുക്കുമ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അതേപോലെ മുട്ടയുടെ മഞ്ഞയും വെള്ളയും നല്ലോണം ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഈ കേക്കിനെ ഒന്ന് റേസ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ ഒരു ബീറ്റിങ്ങിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ടെൻഷൻ ഫ്രീ ആയിട്ടാണ് നമ്മൾ ഓൾറെഡി റെസിപ്പി ചെയ്തത്. അത് കണ്ടു നോക്കണേ. കണ്ടില്ലേ, ഇത്രത്തോളം ബീറ്റ് ചെയ്ത് ഫ്ലഫി ആയതിന് ശേഷമാണ് നമ്മൾ ആ പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്യുന്നത്. ബീറ്റ് ചെയ്ത് ഇതൊരു വിപ്പിംഗ് ക്രീം സ്റ്റിഫ് ആയതിൻ്റെ അതേ സെയിം ഒരു ടെക്സ്ചറിലേക്ക് വരും. അത്രത്തോളം നമ്മൾ ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെയാണ് അതിൻ്റെ ഒരു ടെക്സ്ചർ വരുന്നത്. കണ്ടില്ലേ, ഇപ്പോൾ വിപ്പിംഗ് ക്രീം പോലെ തന്നെ ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു നുള്ളുപ്പ്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ആയിക്കോട്ടെ. 2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർക്കുന്നുണ്ട്. ചോക്ലേറ്റ് എസൻസൊക്കെ ചേർക്കുന്നവരുണ്ട്. ചേർക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ ചേർക്കാം കേട്ടോ. മിൽക്ക് എസൻസ് ആയാലും എന്ത് തന്നെയാണ് ആണെങ്കിലും. ഇനി നമ്മൾ അതും കൂടെ ഇട്ടിട്ടൊന്ന് ബീറ്റ് ചെയ്തു. കണ്ടോ, ബീറ്റ് ചെയ്യുന്ന സമയത്ത് ആ ചുരുളും ചുഴിയും ഒക്കെ തെളിഞ്ഞ് ബാറ്ററിൽ വരുന്ന കണ്ടില്ലേ. ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് കോഴിമുട്ടയുടെ മഞ്ഞയാണ്. അത് ഓരോ ഉണ്ണിയായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. പക്ഷേ വയ്യ തന്നെ മറ്റേ ആളും കൂടെ ഓടി വന്നപ്പോൾ ഞാൻ 2 എണ്ണം വെച്ച് അങ്ങ് ഇട്ട് കൊടുക്കാൻ വിചാരിച്ചു. എന്നാലും കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് 1 കിലോ കേക്കിൻ്റെ ബാറ്റർ ആണെങ്കിൽ നമ്മൾ 2 ടേബിൾ സ്പൂണാണ് പാലെടുക്കാറ്. ഇതിപ്പോൾ 2 കിലോ ആയത് കാരണം 4 ടേബിൾ സ്പൂൺ പാല് ചേർക്കുന്നുണ്ട്. ഇതിപ്പോൾ അത്യാവശ്യം ഇളം ചൂടുള്ള പാലാണ് ചേർത്തത്. നിങ്ങൾക്ക് കാച്ചിയതോ കാച്ചാത്തതോ പാൽ ഏതായാലും കുഴപ്പമില്ല. പക്ഷേ റൂം ടെമ്പറേച്ചർ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു ഇളം ചൂട്, ഇത്രയേ പാടുള്ളൂ കേട്ടോ. തണുത്തതെടുക്കരുതേ. അതുപോലെ 4 ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർക്കുന്നത്. അതായത് ഒരു 1/4 കപ്പിനടുത്തുണ്ടാവും കേട്ടോ. 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത്, ഓയിൽ ചേർത്തതിന് ശേഷം ഞാൻ വീഡിയോ ഫാസ്റ്റ് അടിക്കൊന്നും ചെയ്തില്ല കേട്ടോ. കറക്റ്റ് എത്ര ടൈം ഞാൻ എത്ര സ്പീഡിൽ ബീറ്റ് ചെയ്തോ അതാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല, അത് മാറ്റി വെച്ചു. അതിനുശേഷം ഇതാ നമ്മൾ ഈ ഫ്ലോർ ഇടുന്ന ഈ ഒരു ടൈമിലാണ് ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. ഓവനിൽ മാത്രമല്ല നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിലും വെക്കാം. നമ്മൾ ഓൾറെഡി ചെയ്തു എന്ന് പറഞ്ഞ റെസിപ്പീൻ്റെ വീഡിയോ ഇല്ലേ, അതിൽ ഗ്യാസ് ടോപ്പിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ 200 ഡിഗ്രി സെൽഷ്യസിൽ വലിയ ഓവനാണെങ്കിൽ മാത്രം താഴത്തെയും മേലത്തെയും കോയിൽ ഓൺ ചെയ്തതിന് ശേഷം പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഈ പരിപാടി എപ്പോൾ തീരുമോ അത്രയും നേരം പ്രീഹീറ്റ് ആയിക്കോട്ടെ. അതിനിപ്പോൾ ചെറിയ ഓവനാണെന്നുണ്ടെങ്കിൽ താഴത്തെ കോയിൽ മാത്രം ഓൺ ചെയ്താൽ മതി കേട്ടോ. ഇനി ഈ ഒരു മിക്സിങ്ങിലൊക്കെ നമ്മൾ കുറച്ചൊന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല കേക്ക് കിട്ടും. അതൊക്കെ മറ്റേ വീഡിയോയിൽ പോയി കണ്ടോക്കൂ, ഇതിൽ ഞാൻ പറഞ്ഞു തരൂല. ഇതിപ്പോൾ നമ്മൾ കേക്ക് ചെയ്യുന്നത് തലേ ദിവസമാണ് കേട്ടോ. ക്രം കോട്ട് ചെയ്യുന്നില്ല. നമ്മൾ ഫൈനൽ കോട്ടും ക്രം കോട്ടൊക്കെ ഒരുമിച്ചാണല്ലോ ചെയ്യാറ്. അപ്പോൾ ഐസിംഗ് ഒക്കെ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം സ്റ്റാക്കിംഗ് ഒക്കെ നാളെയാണ് ചെയ്യുക കേട്ടോ.
അപ്പോൾ അത് മിക്സിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇത് ഒഴിക്കുന്ന സമയത്ത് ആ ബാറ്ററിൻ്റെ ഒരു ഇത് കൺസിസ്റ്റൻസി കണ്ടില്ലേ, ആ ഒരു ഇതാണ് കറക്റ്റ്. അങ്ങനെ റിബൺ കൺസിസ്റ്റൻസിയിൽ കിട്ടുമ്പോഴാണ് നമുക്ക് കേക്കും പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. ഒരു 30 പ്രാവശ്യം അടിയിൽ തുണി വെച്ചിട്ട് തന്നെ നമ്മൾ ടാപ്പ് ചെയ്യുന്നുണ്ട്. എല്ലാ ടിന്നും ടാപ്പ് ചെയ്തതിന് ശേഷം ഓവനിലോട്ട് എടുത്ത് വെക്കുകയാണ്. എന്നിട്ട് നമ്മൾ 160 ഡിഗ്രി സെൽഷ്യസിലാണ് ബേക്ക് ചെയ്യുന്നത്. ഈ ഒരു ഓവനിൽ എനിക്കിത് ബേക്കായി കിട്ടാൻ വേണ്ടിയിട്ട് 40 മിനിറ്റ് എടുത്തിട്ടുണ്ട്. പക്ഷേ ചെറിയ ഓവൻ ആയിരുന്ന സമയത്ത് അതിലെനിക്ക് 35 മിനിറ്റ് 30 മിനിറ്റ് കൊണ്ട് സംഭവം സെറ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഓവൻ്റെ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ ഓരോ ഓവൻ മാറുന്നതിനനുസരിച്ച് ചെറിയ വ്യത്യാസം ഉണ്ടാവും. അതൊന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കാം. ഇനി നമ്മളെല്ലാം ഒന്ന് ലെയർ ചെയ്തെടുത്തതിന് ശേഷം ഇതിലോട്ട് ചേർക്കുന്ന സിറപ്പ് എന്ന് പറയുന്നത് പാലും, അതായത് വെള്ളം ചേർക്കാതെ കാച്ചിയ പാലും മധുരത്തിനനുസരിച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്തതാണ് കേട്ടോ. ഇനി നമ്മൾ ലെയർ വെച്ച് വെറ്റ് ചെയ്തു, ക്രീം ഇട്ടു, പിന്നെ നമ്മൾ മിൽക്ക് മെയ്ഡാണ് ചേർക്കുന്നത്. അല്ലെങ്കിൽ ചോക്ലേറ്റ് ഗനാഷ് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമ്മളിതാ ഈ ഒരു ചോക്കോ ചിപ്സാണ് ഇട്ട് കൊടുക്കുന്നത്. സാധാരണ ചോക്കോ ചിപ്സ് അല്ല നമ്മൾ ഇട്ട് കൊടുക്കാറ്, ചോക്ലേറ്റിനെ ഡയറക്റ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുക ചെയ്യാം. അതിനാണ് കൂടുതൽ ടേസ്റ്റ്. പക്ഷേ ഇപ്പോൾ എനിക്ക് അത്ര നേരമില്ല, അതുകൊണ്ട് ഞാൻ ഒരു എളുപ്പപ്പണി കാണിച്ചതാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എളുപ്പപ്പണിക്ക് വേണ്ടി തന്നെ വാങ്ങി വെക്കുന്നതാണിത്, അല്ലാതെ ഇതങ്ങനെ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്കിത് 4 ലെയറാണ് ഈ ഒരു കേക്ക് താഴത്തെ ലെയർ ചെയ്യുന്നത്, താഴത്തെ കേക്കിന് ചെയ്യുന്നത് അത്രയാണ്. ശരിക്കും എനിക്ക് 5 ലെയർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. 5 ലെയർ കിട്ടി. പക്ഷേ ആ ഒരു 5 ലെയർ ഞാൻ ഇതിലേക്ക് വെക്കുന്ന സമയത്ത് വെയിറ്റ് നല്ലോണം കൂടിപ്പോവും. 5 ലെയർ താഴത്ത് വെച്ച് അതിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ ആ കുഞ്ഞി കേക്കൊക്കെ എടുത്ത് വെക്കുമ്പോഴത്തേക്കും വെയിറ്റ് മാറിപ്പോവും. അതായത് 2 kgയിലും നല്ല കൂടുതലായിപ്പോവും. അതുകൊണ്ട് ഞാൻ ആ ഒരു ലെയറിൻ്റെ തിക്നെസ് കുറച്ച് മുറിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ ലെയറൊന്നും ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടില്ല. ഇനി നമ്മൾ ഐസിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഐസിങ് ചെയ്ത വീഡിയോ വേറെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് കണ്ടിട്ട് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, എത്രയോ വീഡിയോസ് കണ്ടിട്ടുണ്ട്, ചേച്ചി പറയും പോലെ ആരും പറഞ്ഞു തന്നിട്ടില്ല എന്നൊക്കെ. കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ അത് കാണണമെന്നുണ്ടെങ്കിൽ അതിൻ്റെയും ലിങ്കും കൂടെ ഞാൻ ഇതിൻ്റെ താഴെ കൊടുക്കാം. എങ്ങനെയുണ്ട്? ഓക്കെ. ഇനി നമ്മൾ ഈ ഒരു മേലത്തെ ടയർ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഓൾറെഡി കണ്ടവർക്ക് മനസ്സിലാവും, ഞാൻ സ്റ്റീലിൻ്റെ മൂടിയിലാണ് അത് ചെയ്യുക കേട്ടോ. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റീലിൻ്റെ മൂടിയിൽ ചെയ്യും. അതും നമ്മൾ നീങ്ങിപ്പോവാതിരിക്കാൻ ഫസ്റ്റ് കുറച്ച് ക്രീമൊക്കെ തേക്കല്ലേ, ആ പരിപാടിയൊക്കെ അങ്ങ് സ്കിപ്പാക്കും. കാരണം ഇത് നാളെ നമുക്ക് സ്പാച്ചുലേൻ്റെ മുകളിൽ ഇങ്ങ് പറിച്ചെടുക്കേണ്ടതല്ലേ. കേക്കിൻ്റെ ബോർഡാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇതിനെ നമുക്ക് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ കാണിക്കുന്നത് എന്താണെന്നറിയോ? എല്ലാവരും ചോദിക്കും 1 കിലോ കേക്കിന് എത്രയാണ് ക്രീം എടുക്കുക എന്നുള്ളത്. അപ്പോൾ കേക്കിൻ്റെ ക്രീം എടുക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും 1 കപ്പ് ക്രീമാണ് എടുക്കുന്നത്. ഇതിപ്പോൾ 2 കപ്പ് ക്രീമാണ് ബീറ്റ് ചെയ്തത്. പക്ഷേ അതിനിടയ്ക്ക് ഒരു ലെയറിൽ മാത്രം ഞാൻ മുൻപേ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ക്രീം എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കണ്ടില്ലേ, ലാസ്റ്റ് നമുക്ക് ആ ഒരു ക്രീം, ആ ഒരു ലെയറിലിടാനുള്ള ക്രീം മാത്രമാണ് ബാക്കി വന്നിട്ടുള്ളത്. അതാണ് കാണിച്ചു തന്നെ കേട്ടോ. അപ്പോൾ അതാ നമ്മൾ സ്റ്റെൻസിൽ വർക്കാണ് ഇവിടെ ഹൈലൈറ്റ്. കാരണം സ്റ്റെൻസിൽ വർക്ക് ചെയ്ത് പാളിപ്പോയൊരു വീഡിയോയും നമ്മൾ മുൻപേ ഇട്ടിട്ടുണ്ട്. ഗൈസ്, ഞാനിത് ശരിയാക്കിയെടുത്തു എന്നാണ് എൻ്റെ വിചാരം. നിങ്ങൾ നോക്കിയിട്ട് പറയും ഇത് സെറ്റായോന്ന്. അതായത് ഇതിപ്പോൾ പിറ്റേന്ന് രാവിലെ ആയി കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഓയിൽ തടവി കൊടുത്തിട്ടുണ്ട്. സ്റ്റെൻസിലിൻ്റെ മുകളിൽ ആദ്യം ഓയിൽ തടവി കൊടുത്തു. പിന്നീട് ഇതിൻ്റെ മുകളിൽ ഒന്നാകെ വെതറി കൊടുക്കുന്നത് കോൺഫ്ലോർ ആണ് കേട്ടോ. കോൺഫ്ലോറും കൂടെ കോൺഫ്ലോറും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ക്രീമിനകത്തോട്ട് കുറച്ചൊരു പിങ്ക് കളർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു സ്റ്റെൻസിലിൻ്റെ ഇത് മേലെ ഓവറായിട്ടുള്ള പൊടികളൊക്കെ ഒന്ന് ജസ്റ്റ് തട്ടിക്കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുകയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, കേക്ക് ഓവർനൈറ്റ് സെറ്റായിട്ടുണ്ട്. ഫ്രീസറിലല്ല കേട്ടോ വെച്ചത്, ഫ്രിഡ്ജിൽ വെച്ച് ഓവർനൈറ്റ് സെറ്റായ കേക്കാണ്. സ്റ്റെൻസിലിൻ്റെ മുകളിൽ നമ്മൾ സൺഫ്ലവർ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കോൺഫ്ലവർ തൂവി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ പിടിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ ക്രീം ഇട്ട് കൊടുക്കുന്നത്. ഇപ്പം തന്നെ നിങ്ങളിത് കണ്ടോ, ഈ ഒരു കോൺഫ്ലോർ എന്താണ് രാവിലെ തന്നെ തണുപ്പ് പിടിച്ചിട്ടുണ്ട് നാവിന്. കോൺഫ്ലോർ ഇട്ടത് കൊണ്ടായിരിക്കും എനിക്കത് അവിടെ പിടിച്ചിട്ട് പോലും കേക്കിൻ്റെ മുകളിൽ മൂപ്പര് നിൽക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഒരുവിധം ഞാനിതാ ക്രീം ഇട്ട് സ്പാച്ചില വെച്ച് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്ക്രാപ്പർ ഇട്ട് വലിക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല കേട്ടോ. അല്ലാതെ തന്നെ നമ്മൾ അത്രയും ക്രീം എടുത്ത് സ്പ്രെഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ക്രീം ഇട്ടതിന് ശേഷം ആ ഒരു ഭാഗം അവിടെ സ്റ്റിക്കായിട്ട് നിന്നിട്ടുണ്ട്.
ഇതിപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ ഇത് പക്ഷേങ്കിലല്ലേ കുറച്ചൊന്ന് നല്ലോണം ശ്രദ്ധിച്ച് സമയമെടുത്ത് ക്ഷമയോടെയൊക്കെ ചെയ്യുമ്പം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് കിട്ടും കേട്ടോ. ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ, ഇവരിപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇതാ ഇപ്പോൾ എടുക്കാൻ വരും കേക്കെന്ന്. അപ്പോഴാണ് എനിക്ക് ശരിക്കും ഞാൻ ആലോചിക്കുക ഇനി എന്തെല്ലാം പണിയുണ്ട്, ഇത്ര നേരത്തെ വരുന്നുള്ളത് ഞാനും അറിഞ്ഞില്ല. നാളെ കേക്ക് എടുക്കാൻ വരും എന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ പിടി ചടവടെ എന്തൊക്കെ ചെയ്യണം, നമുക്ക് സ്റ്റാക്ക് ചെയ്യണം, അങ്ങനത്തെ കുറേ പരിപാടി ഉണ്ടല്ലോ. മാത്രമല്ല ഡിസൈനൊന്നും ഞാൻ അങ്ങനെ മുൻകൂട്ടി മനസ്സിൽ വിചാരിച്ചിട്ടുമില്ല. പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ച് എന്തൊക്കെയാണ് എൻ്റെ കയ്യിലുള്ളത് ഈശ്വരാന്ന്. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എന്തായാലും ഇതൊന്ന് പരീക്ഷിക്കണമായിരുന്നല്ലോ. അപ്പോൾ പരീക്ഷണങ്ങളൊക്കെ നമുക്ക് സ്വന്തക്കാരുടെ അടുത്തല്ലേ നടക്കുള്ളൂ. സ്വന്തക്കാർ മീൻസ് എൻ്റെ ഏട്ടൻ്റെ കൂടെ പ്രീ ഡിഗ്രി പഠിച്ച ഏട്ടനാണ് കേട്ടോ ഓർഡർ തന്നത്. അപ്പോൾ നമുക്ക് നല്ല പരിചയമുള്ള ഏട്ടനാണ്. അപ്പോൾ ഓരോന്നൊന്നും പറയൂല എന്നുള്ള ധൈര്യത്തിലാണ് ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നത്. അങ്ങനെ സ്റ്റെൻസിൽ എടുത്തിട്ട് ഒരു വശം ചെയ്ത് കഴിഞ്ഞപ്പോൾ അടുത്ത വശം അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ അതിൻ്റെ മുകളിലേക്ക് കേക്കിൻ്റെ മുകളിലേക്ക് ഇതിങ്ങനെ വീണിട്ടും പിന്നെയും പറിച്ചെടുത്തിട്ടൊന്നും ഇതിൻ്റെ ഒരു കലയൊന്നും ഐസിങ് ചെയ്ത് അതിൻ്റെ മുകളിൽ വന്നില്ല കേട്ടോ. ഇനിയിപ്പം നമ്മൾ മേലെ ആദ്യത്തെ സ്റ്റെൻസിലിൻ്റെ അന്ന് ചെയ്തില്ലേ ആ ഒരു സ്റ്റെൻസിൽ വർക്കാണ് ഈ ഒരു കേക്ക് മേലത്തെ ടയറിൻ്റെ മുകളിൽ ചെയ്യുന്നത്. സെയിം നമ്മൾ ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കോൺഫ്ലോർ, ഇതെന്താണ് കോൺഫ്ലോർ പറയാൻ പറ്റാത്തത് ഈശ്വര, കുഴപ്പമില്ല ഞാനത് ശരിയാക്കിക്കോളാം. കോൺഫ്ലോർ ഓക്കെ. അപ്പോൾ അതൊക്കെ തൂവി കൊടുത്തിട്ട് എനിക്ക് വയ്യ എന്നെയും കൊണ്ട് അതൊക്കെ തൂവി കൊടുത്തിട്ട് സെറ്റാക്കി ആ പൊടി എക്സസ് ആയിട്ടുള്ളതൊക്കെ ഒന്ന് തട്ടിക്കൊടുത്തതിന് ശേഷം ഇതാ എല്ലാം സെറ്റായി. ഇനി നമുക്ക് വേറെ ഒന്നിനും നേരമില്ല. അപ്പോൾ ഇത് അടുത്ത് തന്നെയാണ് കേട്ടോ. അടുത്ത് മീൻസ് ഒരു 10 കിലോമീറ്റർ എങ്ങാനും ഉണ്ടാവുമായിരിക്കും, അത്രയും ദൂരത്തേക്കാണ്. അതുകൊണ്ട് പിന്നെ പ്ലാസ്റ്റിക് ഡബൽസ് ഒന്നും എടുത്തില്ല. ബാംബൂ സ്റ്റിക്ക് വെച്ചിട്ടാണ് നമ്മൾ അടിയിൽ ഇങ്ങനെ കേക്ക് താഴ്ന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റിക്ക് കുത്തി കൊടുക്കുന്നത്. ഇനിയില്ലേ സ്പാച്ചുല നമ്മൾ കഴുകിയിട്ട് വെള്ളം കളഞ്ഞില്ല കേട്ടോ. നനവുള്ള ഒരു സ്പാച്ചുല വെച്ചിട്ട് ഇതുപോലെയാണ് എടുക്കുന്നത്. സ്റ്റീലിൻ്റെ മൂടി ആയതുകൊണ്ടുള്ള ഉപകാരം കണ്ടില്ലേ, എത്ര പെട്ടെന്നാണ് അതങ്ങ് വിട്ടു പോകുന്നത്. ഇതാണ് സ്റ്റീൽ മൂടി ഞാൻ വിടാത്തതിൻ്റെ കാരണം. ഇനി നമ്മൾ കേക്കിന് മുകളിലോട്ട് വെക്കുന്ന സമയത്ത് എവിടെയാണോ വേണ്ടത് അതിലും കുറച്ചും കൂടെ ഒന്ന് മുന്നോട്ട് വെച്ച് കൊടുക്കും. കാരണം ഈ സ്പാച്ചിൽ ഞാനിങ്ങനെ വലിച്ചെടുക്കുമ്പോൾ ചില സമയത്ത് കേക്ക് എൻ്റെ കൂടെ ഇങ്ങനെ വരാൻ ശ്രമിക്കാറുണ്ട്. ഇതിങ്ങനെ വെച്ചതിന് ശേഷം പിന്നെ കേക്കിൻ്റെ ബോർഡും ആ ടേൺ ടേബിളും കൂടെ കൂട്ടി അമർത്തി പിടിച്ചിട്ട് ഇങ്ങനെ ചേരിച്ചു കൊടുക്കും. എന്നിട്ട് ഇങ്ങനെ ശ്വാസം വിടാതെ വലിച്ചെടുക്കും. ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാം. ഇത് ഞാൻ സ്പീഡൊന്നും ആക്കിയില്ല കേട്ടോ, ഫാസ്റ്റ് അടിച്ചിട്ടൊന്നുമില്ല. കറക്റ്റ് ആ ടൈമാണ് കാണിക്കുന്നത് എങ്ങനെയാണ് അത് വലിച്ചെടുക്കുന്നതെന്നുള്ളത്. വലിച്ചെടുത്തപ്പം കറക്റ്റ് മൂപ്പർ അവിടെ നിന്നുണ്ട്. എവിടെയോ ഒരു തട്ടിപ്പോലോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ക്ലിയർ ചെയ്യേണ്ട ആവശ്യം വന്നില്ല. ഇനി 2 കേക്കിനെയും കൂടെ മൊത്തത്തിൽ ഒരു വലിയ സ്റ്റിക്ക് വെച്ചിട്ട് കുത്തി കൊടുക്കുന്നുണ്ട്. എനിക്ക് ഈ ഒരു കേക്ക് കണ്ടപ്പം ഒരു എന്താ പറയുക, എന്തൊക്കെയോ എവിടേക്കോ ഒരു അരഞ്ഞാണിടാത്ത പോലെയൊക്കെ തോന്നിയിട്ടോ. അപ്പോൾ ചുവന്ന റിബൺ വെച്ചിട്ട് ഞാനൊരു അരഞ്ഞാണം കൂടെ കെട്ടി കൊടുക്കുന്നുണ്ട് 2 കേക്കിനും. അങ്ങനെ അതും കൂടി ആയപ്പോൾ കുറച്ചൊരു സമാധാനം. ശരിക്കും പിങ്ക് കളറിലുള്ള റിബണായിരുന്നു വേണ്ടതല്ലേ, അതെൻ്റെ കയ്യിൽ സ്റ്റോക്കില്ലായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ആ തൽക്കാല നേരം എന്ന് പറയുമ്പോൾ കസ്റ്റമർ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളെ തലയിൽ എന്താ ഉദിക്കുക എന്നുള്ളത് ദൈവത്തിന് പോലും പറയാൻ പറ്റില്ല. അതാണ്. ഇനി നമ്മൾ എത്ര നേരം വയ്യാലും ഫോട്ടോഷൂട്ട് ഇല്ലാണ്ടൊരു കാര്യമില്ലല്ലോ. അപ്പോൾ പേര് നമ്മൾ ശ്രീപാർവതി എന്നാണ് അത് മേലെ വെച്ച് കൊടുത്തിട്ടുണ്ടേ. എന്നിട്ട് കയ്യിൽ കിട്ടിയ ബട്ടർഫ്ലൈസിനെയൊക്കെ അങ്ങോട്ട് വെച്ച് കൊടുത്തു. കാരണം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഇത് ചെയ്യാൻ വേണ്ടി പറഞ്ഞത് കേട്ടോ. അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത് ഇത്രയൊക്കെ ചെയ്തുള്ളൂ, അത്രയൊക്കെ നേരവും കിട്ടിയുള്ളൂ. ഇനിയും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനിയും കൊളാക്കായിരുന്നു അല്ലേ. അപ്പോൾ ഇതെന്തായാലും ഞാൻ 2 kg ആണ്, കറക്റ്റ് 2 kg ആണ്. എനിക്ക് ആ ചെയ്തത് അത് വെയിറ്റ് നോക്കിയത് വീഡിയോ ഒന്നും കാണുന്നില്ല. കറക്റ്റ് 2 kg ആണ്. 1400 രൂപയ്ക്കാണ് കേട്ടോ ഈ കേക്ക് സെയിലായത്.